ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. നമ്മൾ വായിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയും 16-ഉം 18-ഉം വാക്യങ്ങളാണ്. മനുഷ്യൻ എന്നത് രഹസ്യങ്ങളുടെ ഒരു കൂമ്പാരമാണെന്ന് നമുക്കറിയാം. വ്യക്തിപരമായി നിരവധി രഹസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ആദ്യം ഉപയോഗിക്കുന്ന വാക്ക് രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്നാണ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ ദൈവത്തിന് സാധിക്കും എന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപകാരങ്ങളും സഹായങ്ങളും ഒക്കെ ദൈവം കാണുന്നുണ്ട്. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്താലും അല്ലെങ്കിലും അത് ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകുന്നു. കർത്താവ് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരിൽ നിന്നും പ്രശംസ ലഭിക്കുവാൻ വേണ്ടി നമ്മൾ സംസാരിക്കുകയും പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ രഹസ്യങ്ങളടക്കം ദൈവത്തിന് അത് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഏറെ പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തലച്ചോർ എന്നത്, ബ്രെയിന് നിരവധി ഫങ്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. കുറേ ഭാഗങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ഭാഗങ്ങളിൽ നിന്നാണ് അത് പ്രവർത്തിക്കുന്നത്. നമ്മളെല്ലാം പൊതുവായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് വേർതിരിച്ചറിയുവാനായിട്ട് സാധിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ ഫങ്ഷൻസ് അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം ഒരു പ്രോസസ്സാണ്. നമുക്ക് ചിരിക്കണമെങ്കിലും കരയണമെങ്കിലും എല്ലാം അത് അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ തന്നെ കർത്താവ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്പനിമിഷം നിശബ്ദതയോടുകൂടി അതിനെ നോക്കിക്കണ്ട് തീരുമാനം പറയുന്നത് നമുക്കറിയാം. നിശബ്ദത വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഈശോ രണ്ടാമത് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രവൃത്തികളും വാക്കുകളും ഒരു വ്യക്തിയിൽ നിന്നും കേൾക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവം സൃഷ്ടിക്കുമ്പോൾ എല്ലാം നന്നായി സൃഷ്ടിച്ചു. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ പാപത്തിൻ്റെ വഴികളിലൂടെ പോകുന്നു, അല്ലെങ്കിൽ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു? മറ്റുള്ളവരുടെ വേദനകളിലും തോൽവികളിലും ആഹ്ലാദത്തോടുകൂടി ഇരിക്കാനായിട്ടൊക്കെ സാധിക്കുന്നു എന്നുള്ളത് ദൈവം സൃഷ്ടിക്കുമ്പോൾ അത് നന്നായിരുന്നു. പക്ഷേ അതിനോടൊപ്പം നൽകിയ സ്വാതന്ത്ര്യമാണ് നമ്മൾ ദുരുപയോഗപ്പെടുത്തിയത്. പക്വതയോടുകൂടി അതിനെ മനസ്സിലാക്കിയാൽ ഇതിനെ നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. മലിനമായ ജലത്തെ ശുദ്ധീകരിച്ച് ശുദ്ധജലമായിട്ട് നൽകുന്നത് പോലെ എന്തും ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തും ചിന്തിക്കാം, എവിടെയും യാത്ര ചെയ്യാം, മനസ്സുകൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് മനസ്സിൽ ചിന്തിക്കാം. പക്ഷെ പുറത്തു വരുമ്പോൾ, വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മുടെ ചേഷ്ടകളിലൂടെയും ഒക്കെ പുറത്തോട്ട് വരുമ്പോൾ അത് നല്ലതായി മാറണമെങ്കിൽ അവിടെ ഒരു പ്യൂരിഫിക്കേഷൻ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം അത്യാവശ്യമാണ്. കർത്താവിലൂടെ അത് പോകുമ്പോൾ അത് പ്യൂരിഫൈ ചെയ്യുന്നു. അപ്പോൾ അത് നല്ല വാക്കുകളായിട്ട് വരുന്നു, നല്ല ചിന്തയായിട്ട് വരുന്നു, നല്ല പ്രവൃത്തിയായിട്ട് വരുന്നു, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് വരുന്നു. യേശുവിൻ്റെ എല്ലാ ശിഷ്യന്മാരും സാധാരണ ജീവിതം നയിച്ചവരാണ്. ആ കാലഘട്ടത്തിൽ അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കാറുണ്ട്, അസൂയോടുകൂടി സംസാരിക്കാറുണ്ട്, ദേഷ്യത്തോടുകൂടിയൊക്കെ സംസാരിക്കാറുണ്ട്, മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ തോന്നിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈശോയെ കണ്ടുമുട്ടി 3 വർഷത്തോളം ഈശോയോടൊപ്പം നടന്ന് യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റം വലുതാണ്. അതിനുശേഷം അവർ സംസാരിക്കുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, പല ഭാഷകൾ സംസാരിക്കുന്നു. അതിന് കാരണം ചിന്തകളെ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെ, അവരുടെ പ്രവൃത്തികളെ, അവരുടെ വാക്കുകളെയൊക്കെ യേശുവിനോടൊപ്പം കണക്ട് ചെയ്തു. ആ കണക്ഷൻ്റെ ഭാഗമായിട്ട് അത് അത്ഭുതങ്ങളായി, നല്ല വാക്കുകളായി, സദ്വാർത്തകളായി, അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ശക്തി ലഭിച്ചു. അപ്പോൾ അതേ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പുതിയൊരു മൊബൈൽ വാങ്ങിക്കുന്നത് പോലെ അത് ഏതൊക്കെ ആപ്പ് ഉണ്ടാകണമെന്നും ഏതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും ഏതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള തീരുമാനം നമ്മുടേതാണ്. കർത്താവ് ഈ ജീവിതം നമുക്ക് തരുമ്പോൾ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്വതയോടുകൂടി ആ സ്വാതന്ത്ര്യം മനസ്സിലാക്കി നമുക്ക് നല്ല ഒരു ജീവിതം നയിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഇന്നത്തെ വചനത്തിൽ പറയുന്ന പോലെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാവുന്നില്ല. രഹസ്യമായിട്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം, ഞാൻ ചെയ്യുന്നത് ഞാനും എൻ്റെ പിതാവും മാത്രം പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. മറ്റുള്ളവരെ അറിയുന്നതിൽ തെറ്റില്ല. പക്ഷേ ദൈവത്തെ മാറ്റി നിർത്തി ഒന്നാം സ്ഥാനം ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർ കാണട്ടെ എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് ദൈവം പറയുന്നത്, എല്ലാ രഹസ്യങ്ങളും അറിയുന്ന എനിക്ക് അതിൻ്റെ പ്രതിഫലം നൽകുവാനായിട്ട് സാധിക്കും. നീ രഹസ്യമായിട്ട് ചെയ്താലും അതിൻ്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും
ഈ ഒരു നല്ല പ്രവൃത്തി സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളവരെ മനസ്സിലാക്കി മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല മനോഭാവമുള്ള വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. കർത്താവ് ഈ നല്ല ഗുണങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. ആ ഗുണങ്ങളെയൊക്കെ നശിച്ചു പോകാതെ സ്വന്തമാക്കി അതിനെ ഒന്ന് അല്പനേരം സമാധാനമായിട്ട് ഒന്ന് ചിന്തിച്ച് നല്ല തീരുമാനങ്ങളെടുത്ത് മുൻപോട്ട് പോകാനുള്ള കൃപാവരത്തിനായി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.